ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിളവ് കാര്യങ്ങളൊക്കെ നമുക്ക് നെൽകൃഷിയിൽ കിട്ടാറുള്ളൂ. ഇതേ രീതിയിലുള്ള രാസവളം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്തിനാണ് ഉപയോഗിക്കണം എന്നൊക്കെ വെച്ചിട്ട് പല ആൾക്കാരും പരാതി പറയാം. നമ്മൾ നെൽകൃഷി കാര്യങ്ങളൊക്കെ നമ്മളൊരു ബിസിനസ് രീതിയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിളവ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂലിച്ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുതലാവുള്ളൂ. അപ്പൊ അതിന് ഇതേ രീതിയിലുള്ള രാസവളം കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. വിരിപ്പ് കൃഷി പോലത്തെ ജൈവ കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വല്ലാണ്ട് കൂലിച്ചെലവും കാര്യങ്ങളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലത്രയധികം നഷ്ടം വരാറില്ല. പുഞ്ചകൃഷിയിൽ അതല്ലെങ്കിൽ മുണ്ടക കൃഷിയിലൊക്കെ നമ്മൾ കൂടുതലും രാസവളം തന്നെയാണ് ഉപയോഗിക്കുക. ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിളവ് കാര്യങ്ങളൊക്കെ നമുക്ക് നെൽകൃഷിയിൽ കിട്ടാറുള്ളൂ. ഇതേ രീതിയിലുള്ള രാസവളം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്തിനാണ് ഉപയോഗിക്കണം എന്നൊക്കെ വെച്ചിട്ട് പല ആൾക്കാരും പരാതി പറയാം. നമ്മൾ നെൽകൃഷി കാര്യങ്ങളൊക്കെ നമ്മളൊരു ബിസിനസ് രീതിയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിളവ് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂലിച്ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുതലാവുള്ളൂ. അപ്പൊ അതിന് ഇതേ രീതിയിലുള്ള രാസവളം കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. വിരിപ്പ് കൃഷി പോലത്തെ ജൈവ കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വല്ലാണ്ട് കൂലിച്ചെലവും കാര്യങ്ങളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലത്രയധികം നഷ്ടം വരാറില്ല. പുഞ്ചകൃഷിയിൽ അതല്ലെങ്കിൽ മുണ്ടക കൃഷിയിലൊക്കെ നമ്മൾ കൂടുതലും രാസവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.